അവക്കാഡോ സീഡ്സ് മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ 2 അവക്കാഡോ വാങ്ങിച്ചായിരുന്നു. അതിൽ ഒരു വിത്ത് ഞാൻ ഇന്നലെ തന്നെ പാവി വിത്ത് മുളപ്പിക്കാൻ വെച്ചേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ തൊലി കളയണം എന്നാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ നമ്മളും ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയാമെന്ന് വിചാരിച്ചു. ഇത് വെള്ളത്തിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ ഇതേപോലെ കിട്ടും. ഇങ്ങനെ എടുത്ത് നമ്മൾ ഇതിങ്ങനെ നടണം, ഇങ്ങനെ നടണം. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളത് ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റ് മണ്ണിൻ്റെ അടിയിലേക്ക് വരണം. അങ്ങനെ നടണം എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അവക്കാഡോ സീഡ്സ്. തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. നമ്മുടെ ബദാമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൊലി കളയുമ്പോൾ കാണൂലേ, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ നടാമെന്ന് വിചാരിച്ചു. ഇത് നല്ല പൊടി മിക്സാണ്. അപ്പോൾ എളുപ്പപ്പണിക്ക് ഇതായിരിക്കും നല്ലത്. നമ്മുടെ ഇതേതാ പ്ലാന്റ് എന്ന് മനസ്സിലായോ? നമ്മുടെ എന്താണ്, അയ്യോ ഇതിൻ്റെ പേരെന്തുവാ, പെപ്പർ വൈനോ അങ്ങനെ എന്തോ ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഇവിടെ നടും. നട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മണ്ണൊക്കെ ഇട്ടെടുത്ത് നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് ഫലപ്രദമാകുന്നു. 7 വർഷമാണ് ഇതിൻ്റെ വളർച്ച. കായഫലം തരുന്ന ഇതുവരെയുള്ളത് 7 വർഷമാണ്. 7 വർഷം കൊണ്ട് നമുക്ക് കായഫലം കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം മുളച്ച് കിട്ടുമില്ല നോക്കട്ടെ. ഇന്നലെ നട്ടത് ഇവിടെ കേട്ടോ. രണ്ടും ഒരുമിച്ച് നട്ടേക്കുവാണ്. ഇവിടെ വരണം, ഇവിടെ വരണം. ഇന്നലെ നട്ടത് തോണ്ടി നോക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ ഇന്നലെ ഞാൻ നട്ടത് നേരെ തല തിരിച്ചേ പോയി. ഇങ്ങനെയാണ് നടേണ്ടത്. ഇപ്പോൾ ഓക്കെ. എന്നാലും കുറച്ചും കൂടി ആഴത്തിൽ കുഴിച്ചിടാം. ഓക്കെ സെറ്റ്. നമ്മുടെ ബ്ലൂബെറി സീഡ്സ് ഒക്കെ ഇവിടെ ഒക്കെ ആയിട്ട് മുളച്ച് തന്നെയുണ്ട്. ഞാൻ ചുമ്മാ വിതറിയതാണേ. നമ്മുടെ ബ്ലൂബെറിയുടെ സ്ട്രോബെറി സീഡാണ്. ഇതൊക്കെ പുല്ലാണ്. ഇത് സ്ട്രോബെറി സീഡ് അല്ല, ഇതൊക്കെ പുല്ലാണ്.